Hello dear students, welcome to Math Root. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് 1ലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. Exercise 14. Find all x belongs to R that satisfy the following inequalities. First one, mod 4x minus 5 less than or equal to 30. അതായത് ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് ഉള്ള റിയൽ നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യാം. അതേപോലെ മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് ഉള്ള റിയൽ നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യാം. നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട ഡെഫിനിഷൻ എന്താണ്? മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ, ഇതിന്റെ മീനിങ് എന്താണ്? മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. മോഡുലസ് ഒഴിവാക്കുമ്പോൾ ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡിൽ പ്ലസ് എപ്സിലോണും ലെഫ്റ്റ് സൈഡിൽ മൈനസ് എപ്സിലോണും വരും. അപ്പൊ നോക്കൂ, ഈ ഇനീക്വാലിറ്റിയിൽ നമ്മൾ 4x മൈനസ് 5 എഴുതുമ്പോൾ ഓക്കെ, മോഡുലസ് ഒഴിവാക്കുമ്പോൾ റൈറ്റ് സൈഡിൽ 13ഉം ലെഫ്റ്റ് സൈഡിൽ മൈനസ് 13ഉം വരും. അപ്പൊ നോക്കൂ, ഈ ഇനീക്വാലിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ഇഫ് ആൻഡ് ഓൺലി 4x മൈനസ് 5 എഴുതി, റൈറ്റ് സൈഡിൽ പ്ലസ് 13 എഴുതി, ലെഫ്റ്റ് സൈഡിൽ മൈനസ് 13 എഴുതി. ഇത് നോക്കൂ, ഈ മൈനസ് 5നെ ഇവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഇനീക്വാലിറ്റിയുടെ മൊത്തത്തിൽ പ്ലസ് 5 നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ പ്ലസ് 5 ആഡ് ചെയ്യാം, ഇവിടെയും പ്ലസ് 5 ആഡ് ചെയ്യാം, ഇവിടെയും പ്ലസ് 5 ആഡ് ചെയ്യാം. നോക്കൂ, ഈ മൈനസ് 13ഉം പ്ലസ് 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 8 എന്ന് കിട്ടും. അതുപോലെ ഈ മൈനസ് 5ഉം പ്ലസ് 5 ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോകും. അപ്പൊ നമുക്ക് ഇവിടെ 4x എന്ന് കിട്ടും. 13ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 18 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഇനീക്വാലിറ്റി കിട്ടി. ഓക്കെ, ഇത് നോക്കൂ, ഇതില് x ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഒരു 4 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇനീക്വാലിറ്റിയെ മൊത്തത്തിൽ പ്ലസ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ മൈനസ് 8/4 എന്നുള്ളത് മൈനസ് 2 കിട്ടും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ 4ഉം 4ഉം കട്ട് ചെയ്തിട്ട് ഇവിടെ x എന്ന് കിട്ടും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ 18/4 നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് 9/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്തപ്പോൾ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9/2 എന്ന് കിട്ടി. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്, -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9/2. ഇനി ഇതേ ക്വസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യാം? ഈ സെയിം ഡെഫിനേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? നമ്മൾ ആ ഇനീക്വാലിറ്റി അവിടെ എഴുതി, മോഡുലസ് ഒഴിവാക്കി എഴുതുമ്പോൾ ഓക്കെ, റൈറ്റ് സൈഡിൽ പ്ലസ് 3ഉം ലെഫ്റ്റ് സൈഡിൽ മൈനസ് 3ഉം വന്നു. ഇനി ഇവിടുന്ന് മൈനസ് 1നെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? മൊത്തത്തിൽ ഇവിടെ പ്ലസ് 1 ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നോക്കൂ, -3 + 1 എന്ന് പറയുമ്പോൾ -2, പിന്നെ ഈ -1ഉം പ്ലസ് 1ഉം 0 ആയി പോകും. സോ ഇവിടെ x² എന്ന് വരും. 3 + 1 4. നോക്കൂ, ഒരു നമ്പറിന്റെ സ്ക്വയർ അതൊരിക്കലും -2 അതിനേക്കാൾ വലുതോ ആവേണ്ട കാര്യമുണ്ടോ? ഒരു നമ്പറിന്റെ സ്ക്വയർ ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, നമുക്കറിയാം. അപ്പൊ ഈ -2 അതിനേക്കാൾ വലുതോ എന്നുള്ളതിനെ തിരുത്തിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 0 ലെസ് ദാൻ ഓർ ഈക്വൽ x² ലെസ് ദാൻ ഓർ ഈക്വൽ 4 എന്ന് എഴുതാം. ഈ ഇനീക്വാലിറ്റി നമുക്ക് എങ്ങനെ ഇത് എഴുതാൻ പറ്റും നോക്കാം. സിമ്പിൾ ആയിട്ട് നോക്കൂ, നമുക്ക് ഇവിടെ 0 എന്നുള്ള നമ്പർ ഇവിടെ ഉണ്ട്. ഓക്കെ, നോക്കൂ, ഇതിന്റെ മീനിങ് എന്താണ്? ഒരു നമ്പറിന്റെ സ്ക്വയർ 4 4നേക്കാൾ താഴെ ആയിരിക്കണം, -2 അതിനേക്കാൾ വലുതായിരിക്കണം. നോക്കൂ, നമുക്കറിയാം -2 അതിനേക്കാൾ വലുതോ ആയിട്ടുള്ള ഒരു നമ്പറിന്റെ സ്ക്വയർ, ഫോർ എക്സാമ്പിൾ ഒരു -2ന്റെ സ്ക്വയർ എന്താണ്? അത് 4 ആണ്. ഇനി നോക്കൂ, ഞാൻ ഇവിടെ ഒരു -1 എന്നുള്ള നമ്പർ എഴുതി, അതിന്റെ സ്ക്വയർ എന്താണ്? അത് 1 ആണ്. നോക്കൂ ഇവിടെ, അപ്പൊ ഈ ഒരു നെഗറ്റീവ് ഭാഗത്തുള്ള 0ന്റെ താഴെ ഈ ഒരു നെഗറ്റീവ് ഭാഗത്തുള്ള ഏതൊരു നമ്പറിന്റെയും സ്ക്വയർ വരുന്നത് എവിടെ തന്നെയാണ്? ഈ 0 മുതൽ 4 വരെയുള്ള ഭാഗത്താണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം ഇതിനെ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ x² ലെസ് ദാൻ ഓർ ഈക്വൽ 4 എന്ന് സിമ്പിൾ ആയിട്ട് എഴുതാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ x² ലെസ് ദാൻ ഓർ ഈക്വൽ 4 നമുക്ക് സിമ്പിൾ ആയിട്ട് x² ലെസ് ദാൻ ഓർ ഈക്വൽ 4 മാത്രം എഴുതിയാൽ മതി. കാരണം ഒരു നമ്പറിന്റെ സ്ക്വയർ അത് എപ്പോഴും 0 അല്ലെങ്കിൽ അതിന് മേലേക്കോ ആയിരിക്കും, നമ്മൾ എഴുതേണ്ട കാര്യമില്ല. അപ്പൊ നോക്കൂ, ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? x² ലെസ് ദാൻ ഓർ ഈക്വൽ 4 ന്റെ സൊല്യൂഷൻ അത് നമുക്കറിയാം, -2 ലെസ് ദാൻ ഓർ ഈക്വൽ x ലെസ് ദാൻ ഓർ ഈക്വൽ 2 ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്താണ്? ക്ലോസ്ഡ് ഇന്റർവെൽ -2, -2. ഓക്കെ, നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, ക്ലോസ്ഡ് ഇന്റർവെൽ -2, 2.